നമ്മൾ സാധാരണ പറയുന്ന കഥകളിലൊക്കെ ബോയ് മീറ്റ് എ ഗേൾ അല്ലെങ്കിൽ ഗേൾ മീറ്റ് എ ബോയ് അങ്ങനെയൊക്കെ പറയും അല്ലേ. ഇത് ഒരു ബോയ് മീറ്റ് ഈച്ച. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലഹരിയുടെ കേസ് വന്നതിന് ശേഷം അങ്ങനൊരു സിനിമ അങ്ങനൊരു പേര് അതിനെ പ്രൊമോട്ട് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് ചില ചോദ്യങ്ങൾ വരും. അത് ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കാനുള്ള സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പം ഇടുക്കിയിലെ മാങ്ങാപ്പഴം തിന്നാൻ വേണമെന്ന് വേണ്ടി അവിടെ വരെ പോകുമായിരിക്കും. ഒരു എക്സ് ഫാക്ടർ വേണ്ടേ? പേരെങ്ങനെ വന്നു മായാനദി? മറ്റേ പാട്ട് കേട്ടപ്പോഴാണ് മായാനദി, മറ്റേ പാട്ട് തലൈവർ. ഈച്ചേനെ ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു? ഏകദേശം 100-300 ദിവസം എടുത്തു. നമ്മുടെ ഒരു മലയാളി ഈച്ചയായിരിക്കണം. നമ്മൾ ഹോളിവുഡിനൊന്നും കോമ്പറ്റ് ചെയ്യാനില്ല. സോൾട്ട് ആൻഡ് പേപ്പർ വന്ന കാലം മുതലേ മലയാളികൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിലൊരു ഡയറക്ടറെ കാണിച്ചിട്ടുണ്ട്. ആ ഡയറക്ടർ ആരാണ് എന്നുള്ളത് പല ആൾക്കാരും പറയുന്നത്. ഇപ്പം ഷായി ചേട്ടനാന്ന് പറയും, ചില ആൾക്കാർ VM വിനു എന്നൊക്കെ പറയും. ആക്ച്വലി അങ്ങനെ ഒന്നും അല്ല. നമ്മൾ അവരെ ഒന്നും അങ്ങനെ അതാക്കാൻ വേണ്ടി ചെയ്തതല്ല. സോഷ്യൽ മീഡിയ കുറേ കാലമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആഷിഖ് അബു ലാലേട്ടൻ പടത്തെക്കുറിച്ച്. അങ്ങനൊരു പടമുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? സംഭവം ഉണ്ടായിരുന്നു. സാൾട്ട് ആൻഡ് പേപ്പർ, മായാനദി, ഡാത്തടിയ, റൈഫിൾ ക്ലബ്ബ്, ഈ സിനിമയുടെ റൈറ്ററാണ് എൻ്റെ കൂടെയുള്ളത്. ലവ്ലിയുടെ ഡയറക്ടറാണ് എൻ്റെ കൂടെയുള്ളത്. വെൽക്കം ടു മൈ ഷോ. യെസ്, വെൽക്കം. ലവ്ലിയെക്കുറിച്ച്, ഈ 2D ആനിമേഷൻ പഠിച്ച ഒരാൾക്ക് 3D പടം ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. 2D ഒരു ബേസ് മാത്രമേ ഉള്ളൂ. അബൌട്ട് അനിമേഷൻ മാത്രമല്ല, ഫിലിമിൻ്റെ ഏറ്റവും ബേസാണ് അനിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. കാരണം ബിറ്റ്വീൻ ദ ഫ്രെയിംസ് എന്ന് പറയും. അതായത് 24 ഫ്രെയിംസ് ആണല്ലോ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. അപ്പോൾ അതിനിടയിൽ പിക്ചർ വരയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മളെല്ലാം പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈസിയാണ് ഉറപ്പായിട്ടും. ഓക്കെ. ലവ്ലി ആദ്യം തന്നെ 3D എടുക്കാമെന്ന് ചിന്തിച്ചായിരുന്നു? ഇല്ല, അതായത് നമ്മൾ ആക്ച്വലി ഒരു 20 മിനിറ്റ്സ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഓക്കെ. പക്ഷേ നമ്മുടെ ആനിമേറ്റേഴ്സൊക്കെ വർക്ക് ചെയ്ത് കൂടി പോയി. അപ്പോൾ അവരങ്ങനെ ഒരു 45 മിനിറ്റ്സ് ആക്കിയപ്പോൾ അത് ഹൈബ്രിഡ് ഫിലിമായി. ഓക്കെ. അപ്പോൾ നമ്മൾ വെറുതെ നോക്കിയപ്പം ഇത് 3D ആക്കിയാൽ അത് കൺവേർട്ടർ 3D ആണ് ആക്ച്വലി, ഷൂട്ടിങ് 3D അല്ല. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റോറിക്ക് വേണ്ടി 3D എന്നേ ഉള്ളൂ, അല്ലാണ്ട് 3Dക്ക് വേണ്ടി സ്റ്റോറി അല്ല. ഓക്കെ. അപ്പോൾ ഇതൊരു സ്റ്റോറിക്ക് വേണ്ടി 3D ആക്കിയതാണ്. ഈച്ചേനെ എംഫസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ലവ്ലിനെ എംഫസൈസ് ചെയ്യണം. അപ്പോൾ ആ പോർഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഹാർഡ് 3D ആക്കി കാണിക്കുക. ബാക്കിയൊക്കെ സോഫ്റ്റ് 3Ds ആണ്. ഓക്കെ. രാജമൗലി ഈച്ച ചെയ്യുന്ന സമയത്ത് ഈച്ചയുടെ വർക്കിൽ ആദ്യം തൃപ്തി വരാത്തതുകൊണ്ട് വീണ്ടും ആനിമേഷൻ ചെയ്തു. ഒരു 6 മാസം വീണ്ടും സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആദ്യം ഈച്ച ഉണ്ടാക്കി തൃപ്തി വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ ആനിമേറ്റേഴ്സും ആൾക്കാരും ഒക്കെ വളരെ പക്കയായിരുന്നുണ്ട്. പക്ഷെ നമ്മുടെ എണ്ണം കുറവായിരുന്നു. രാജമൗലിക്ക് ഉണ്ടായിരുന്ന അത്രയും ഒരു എന്താ പറയുന്നത് സൊഫിസ്റ്റിക്കേഷൻസും നമുക്കുണ്ടായിരുന്നില്ല. ഓക്കെ. ചെറിയ ക്രൂ ആണ്, ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മളൊരു 10-15 ആനിമേറ്റേഴ്സാണ്. അപ്പോൾ അവരൊരു 6-8 മാസം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ. രാജമൗലിയുടെ ഈച്ച ഒരു പ്രതികാര കഥയാണ്. ലവ്ലിയുടെ ഈച്ച എന്ത് കഥയാണ്? ഒരു ലവ്ലി സ്റ്റോറിയാണ്. നമ്മൾ സാധാരണ പറയുന്ന കഥകളിലൊക്കെ ബോയ് മീറ്റ് എ ഗേൾ അല്ലെങ്കിൽ ഗേൾ മീറ്റ് എ ബോയ് അങ്ങനെയൊക്കെ പറയും അല്ലേ, ബേസിക് അതിൻ്റെ പറയും. അപ്പം ഇത് ഒരു ബോയ് മീറ്റ് എ ഈച്ച, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ കഥ തുടങ്ങുന്നേ ഉള്ളൂ ഈ സിനിമ. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടോ? സെക്കൻഡ് പാർട്ട് പ്രേക്ഷകർ വിജയിപ്പിച്ചാൽ മാത്രം. ഈച്ച എന്നൊരു ത്രെഡ് ശരിക്കും അതെങ്ങനെയാണ് വന്നത്? ആക്ച്വലി ഇത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നമ്മുടെ അസോസിയേറ്റ് ആയിരുന്നു. അവൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. ഓക്കെ. അവനാണ് ഈ ത്രെഡ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കഥ അവൻ്റെയാണ്. പണ്ട് എന്നോട് പറഞ്ഞതാണ്, ഒരു 4-5 വർഷമായി. നമ്മുടെ പൈങ്കിളിയുടെ ഡയറക്ടർ. അപ്പോൾ അവനാണ് എന്നോട് ഇതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്. ഒരു ബേസിക് ഐഡിയ ആണ്. അപ്പോൾ ഈ ഐഡിയ പ്രാവർത്തികമായിട്ടൊരു ഐഡിയ അല്ല. കാരണം ഇതിനകത്തൊരു ഈച്ചയൊക്കെ വേണം, ഇത്തിരി ചിലവ് കൂടുതൽ. ഒരു ഷോർട്ട് ഫിലിം ഐഡിയ ആയിരുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആരും കൊണ്ടുപോകാൻ സാധ്യതയില്ല, അതുകൊണ്ട് നീ എനിക്ക് തരണം. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഇതിൻ്റെ ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിന് വിങ്സ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ആയി ഒരു 3-4 വർഷം എടുത്തു. പിന്നെ ഏറ്റവും വലിയ പോസിബിലിറ്റി പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത്രയും കോസ്റ്റ് ആവും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഇത്തിരി എളുപ്പമല്ല. അപ്പോൾ അതിന് നമ്മുടെ അനിമേഷൻ ടീമാണ് നമ്മളായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ ഐഡിയ ആക്ച്വലി അവൻ പണ്ട് ഇവൻ പറഞ്ഞിരുന്ന ഐഡിയ ആണ്. ഈച്ചേനെ ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു? ഏകദേശം 100-300 ദിവസം എടുത്തു. ഈച്ചനെ ബേസിക് ഡിസൈൻ ചെയ്ത അഭിലാഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൊളീഗാണ്. ഓക്കെ. പണ്ട് അനിമേഷനിലുണ്ടായിരുന്ന ഒരു ചേട്ടനാണ്. പുള്ളിയാണ് എന്നെ ഡിസൈൻ ചെയ്തത് വെച്ചാൽ നമ്മുടെ ഈച്ച എങ്ങനെ വരണമെന്നുള്ള പുള്ളിയാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ ഒരു മലയാളി ഈച്ചയായിരിക്കണം. നമ്മൾ ഹോളിവുഡിനൊന്നും കോമ്പറ്റ് ചെയ്യാനില്ല. ഓക്കെ. ഒരു മലയാളത്തിലുള്ള നമ്മുടെ സാധാരണ മോഹൻലാലിൻ്റെയും മമ്മൂക്കയുടെയൊക്കെ പടം കാണുന്ന പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ സിനിമകൾ കാണത്തില്ലേ, പറയുന്ന പോലെ ഒരു സാധാരണ സിനിമ, അത്രേ പാടുള്ളൂ. അതായത് നമുക്കറിയാവുന്ന നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ ആയിരിക്കണം. ഈച്ചയുടെ പേര് തന്നെയാണോ ലവ്ലി? ഈച്ചയ്ക്ക് മാത്യുവിൻ്റെ ക്യാരക്ടർ പേരിടുന്നതാണ് ലവ്ലി. ഈച്ചയുടെ ശബ്ദം ആരാ? ശിവാങ്കി.
ശിവാംഗി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് കുട്ടിയാണ്. ശിവാംഗി ഒരു തമിഴിലൊരു ഒരുപാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്, ഒരു ആങ്കറാണ്, ഒരു സിംഗറാണ്. ശിവാംഗിയുടെ സൗണ്ടാണ്. ആദ്യം ഇതിന് വേറെ സൗണ്ട് ഉണ്ടായിരുന്നു? ആദ്യം ആക്ച്വലി എന്ന് വെച്ചാൽ ഇത് ഉണ്ണിമയായിരുന്നു. ആക്ച്വലി ലൗലി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ണിമയാണ്. ഓക്കെ. അതായത് ഉണ്ണിമയാണ് നമ്മൾ പറയില്ല ഒരു ആളെ നമ്മൾ അവിടെ ലൗലിയായിട്ട് കാണുന്നത്. അപ്പം അതിനെ ആക്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ണിമയാണ്. ലൗലി എന്ന് ചോദിച്ചാൽ ഉണ്ണിമായ. ശിവാംഗി ശബ്ദം കൊടുത്തു തന്നുള്ളൂ. ഉണ്ണിമായ അറിയില്ല, നമ്മുടെ ശ്യാമിൻ്റെ വൈഫ് ഉണ്ണിമായ ആക്ടേഴ്സ്. അപ്പോൾ അവളാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അവളാണ് ലൗലിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഫീച്ചേഴ്സും ആക്ടിങ്ങും ഒക്കെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന പോലെ മോഷൻ ക്യാപ്ചറൊക്കെ ചെയ്യുന്ന പോലെ ഇതൊരു ക്യാരക്ടർ ക്യാപ്ചറാണ്. പുള്ളിക്കാരി ഇരുന്ന് അഭിനയിച്ചാണ് ലൗലി ഉണ്ടായിട്ടുള്ളത്. ആ പുള്ളിക്കാരിയുടെ എസെൻസാണ് നമ്മൾ ആക്ച്വലി ലൗലിയിലോട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ. എങ്ങനെയാണ് ഉണ്ണിമായ സംസാരിക്കുന്നത്, ഉണ്ണിമായുടെ ബിഹേവിങ് ഒക്കെയാണ് ഇതിനകത്തേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ലൗലി എന്ന് പറഞ്ഞാൽ ഉണ്ണിമായാണ്. മാത്യുവിൻ്റെ കണ്ണിൻ്റെ കളർ മാറ്റാൻ എന്താ കാരണം? ഇതാക്കാൻ വേണ്ടി, എക്സാക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഈ പടത്തിൻ്റെ ക്യാമറ ആഷിക്കല്ലേ? അതെ. എങ്ങനെയാണ് ആഷിക്ക പോലൊരു ക്യാമറമാൻ ഉണ്ടെന്ന് കണ്ടെത്തിയത്? എങ്ങനെയാണ്? ഞാനൊരു 10-14 വർഷമായിട്ട് പുള്ളിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ പല പടങ്ങളും ചെയ്യുമ്പം പുള്ളിയുടെ ക്യാമറ സെൻസിബിലിറ്റിയെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. ഓക്കെ. അപ്പോൾ അതൊരു സെൻസിബിലിറ്റി ആണല്ലോ. അപ്പോൾ സെൻസിബിലിറ്റി എന്ന് പറയില്ല. അപ്പോൾ ആ സെൻസിബിലിറ്റി ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും കൂടെ നടക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് വളരെ സംസാരിക്കാനും ഒക്കെ ഒരു ധാരണയുള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് പുള്ളി നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു സിനിമ പുള്ളിക്ക് അറിയാവുന്ന സർക്കിളിൽ ആരെങ്കിലും ഒരു സിനിമ ചെയ്താൽ പുള്ളിക്ക് ഒരു ക്യാമറ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിനെ വിളിച്ചാൽ മതിയല്ലോ. ശരിക്കും എങ്ങനെയാണ് ആഷിഖ് കപൂർ സ്കൂളിലേക്ക് എത്തിയത്? ഞാൻ ആക്ച്വലി ശ്യാമിൻ്റെ കൂടെയാണ് പരിചയപ്പെടുന്നത്. ശ്യാമിനായിരുന്നു ആക്ച്വലി ആഷിഖിനെ അറിയാവുന്നത്. അപ്പോൾ ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പർ വന്ന് ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. ശ്യാം പുഷ്കരനായിട്ട് എങ്ങനെയാണ് കമ്പനി? അവനോട് എന്തോ ഫോണിലോട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെ കമ്പനി അങ്ങനെ ഉണ്ട്. എല്ലാവരും ആഷിഖ് കപൂറിന് വിട്ടിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. എന്താ ഇപ്പോഴും ആഷിഖ് കപൂറിന് വേണ്ടിയിട്ട് തന്നെ എഴുതാൻ? വേറെ ആരും അങ്ങനെ അധികം വിളിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ആക്ച്വലി ത്രൂ ഔട്ട് പുള്ളിയുടെ സിനിമകൾ കിട്ടിക്കൊണ്ടിരുന്നു. ഒരു സിനിമ കഴിഞ്ഞാൽ വേറൊരു സിനിമ സംസാരിക്കും. പിന്നെ വേറെ എങ്ങും പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ കുറച്ച് കാലം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ഈ ഡയറക്റ്റ് ചെയ്യുന്ന പടം മാത്രം എന്താ ഒറ്റയ്ക്ക് എഴുതുന്നത്? വേറെ ആരും എല്ലാവരും ചോദിക്കുകയും തനിക്ക് എഴുതാൻ അറിയാമല്ലോ, പിന്നെ എന്തിനാ എൻ്റെ ഹെൽപ്പെന്ന് ചോദിക്കും. ഓക്കെ. അതുകൊണ്ടാണ്. അല്ല, ഇപ്പോൾ ശ്യാം പുഷ്കറിൻ്റെ കൂടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ കോ റൈറ്റർ ആകുമ്പോഴുള്ള ഗുണം എന്താ? ഭയങ്കര ബൗൺസ് കൂടുതലല്ലേ. നമുക്ക് ഒരു കാര്യം സംസാരിക്കുമ്പോൾ വേറൊരാളുടെ ബൗൺസ് കൂടെ കിട്ടും. ഒരാളുടെ ക്രിയേറ്റീവ് മാത്രമല്ല, 2-3 തലകൾ ഒന്നിച്ച് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ChatGPT ഒക്കെ വന്നിട്ടുണ്ട്. സ്വന്തം പടത്തിന് എന്താ ശ്യാമിൻ്റെ കൂടെ എഴുതാ? ശ്യാമിനെ ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അത്ര ബിസി ആയിരുന്നു പല സമയത്തും. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇനി ഞങ്ങൾ തമ്മിലൊരു പടം ചെയ്യുന്നുണ്ട്. ഈ പടത്തിൻ്റെ കഥയൊക്കെ എഴുതി ശ്യാം പുഷ്കറിനെയൊക്കെ കാണിക്കുമോ ലൗലി? ഉറപ്പായിട്ടും. പുള്ളി അപ്പോൾ സജഷൻ പറയുമോ? പല സജഷൻ, ഇതിൻ്റെയൊക്കെ ഒരുപാട് സജഷൻ ആവാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ നമ്മളൊരു എന്താണ് പറയുന്നത്, ഈച്ച ഒരു എന്താണ് പറയുക, ഈ ദേശം കറങ്ങി നടക്കുന്ന ഒരു ഈച്ചയായിരുന്നു. ആ ഈച്ചനെ പിടിച്ചൊരു സ്ഥലത്ത് തളയ്ക്കേണ്ടി വന്നു. ഓക്കെ. അല്ലെങ്കിൽ കഥയ്ക്ക് അങ്ങ് മുന്നോട്ട് പോകത്തില്ലായിരുന്നു. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനാ പറഞ്ഞത് അവിടെ ഒരു സ്ഥലത്ത് ഇട്ടാൽ മതി. ടമാർ പടാറി ചെയ്യുന്ന സമയത്ത് ദിലീഷ് നായരായിരുന്നു. അതെങ്ങനെ ദിലീഷ് കരുണാകരനായി? എന്നെ ശരിക്കും പേര് ദിലീഷ് കരുണാകരൻ നായർ എന്നാണ്. അപ്പം അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛനൊരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്ന് തോന്നി. ഇനിയപ്പോൾ ചെയ്ത കുറച്ച് പടങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാം. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരണം. ഒന്നാമത്തെ പടം, ആദ്യത്തെ പടം സോൾട്ട് ആൻഡ് പെപ്പർ 2011 എനിക്ക്. ആ സമയത്ത് ഓർക്കൂട്ടൊക്കെ ഉണ്ട്, ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്തരം റിലേഷൻസിനുള്ളൊരു പോസിബിലിറ്റി ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ഭയങ്കര ഒരു ന്യൂ തിങ് ആയിരുന്നു അത്. ആക്ച്വലി ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെട്ട് കല്യാണം കഴിക്കുന്നു, ഡേറ്റ് ചെയ്യുന്നു, പ്രേമിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അന്ന് അങ്ങനെയുള്ള പോസിബിലിറ്റി കുറവുള്ളൊരു സമയമാണ്. ആ സമയത്ത് ഒരു ന്യൂനെസ് തോന്നിയിരുന്നു ഇങ്ങനെ കാണുന്ന ഒരു ഇതിനകത്ത്. പിന്നെ അത് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, അതൊരു ഫുഡ് ഫ്ലേവർ ഫിലിമായി മാറി. അത് ആക്ച്വലി ഫ്ലേവർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബേസിക് ഐഡിയ ആക്ച്വലി ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അന്ന് സിനിമ അങ്ങനെ ട്രിവാൻഡ്രത്ത് നടക്കില്ലായിരുന്നു. ആ കഥ എന്താ ട്രിവാൻഡ്രത്തേക്ക് പുറത്തിടാൻ കാരണം? അത് ഒരുപാട് സിനിമകൾ ഈ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തിട്ട് എല്ലാ ലൊക്കേഷനും നമ്മളിങ്ങനെ റിപ്പീറ്റ് ലൊക്കേഷനായിരുന്നു. ഓക്കെ. അത് എവിടെ നോക്കിയാലും നമുക്കിവിടെ വെക്കാവുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ വെക്കാവുന്ന, ഇവിടെ കൊച്ചി വെക്കാവുന്ന ഇത്ര ഫ്രെയിമല്ലേ ഉള്ളൂ. അത് എല്ലാ സിനിമയിലും ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു ചേഞ്ച് വേണം. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് സിനിമകൾ കുറവായിരുന്നു, ഷൂട്ട് കുറവായിരുന്നു. എന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. ആർക്കിയോളജിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ആക്ച്വലി തൃപ്പൂണിത്തുറയായിരുന്നു വെച്ചിരുന്നത്. ഏത് ആ കൊട്ടാരമായിരുന്നു നമ്മളൊരു ബേസ് വെച്ചിരുന്നത്. അത് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് മാറ്റിയെന്നുള്ളൂ. ഇപ്പോൾ എവിടെയാണെങ്കിലും ശരിയല്ലേ. ആറ്റിങ്ങലാണോ വീട്? ആ ഡയലോഗ് എങ്ങനെ വന്നു?
ആക്ടിങ്ങിലാണോ സാധാരണ ഒരാൾ ഉള്ളൊരു എന്താ പറയുന്നതിന് ഒരു ഹെഡിങ് പോലെ, അന്നത്തെ ഒരു ഹെഡിങ് പോലെ ആൾക്കാർ ചോദിക്കുന്നത്, വെറുതെ ചോദിക്കും എവിടെയാണോ വീടെന്ന് ചോദിക്കില്ലേ. ഇപ്പോൾ ആരെങ്കിലും പെമ്പിളരെയൊക്കെ കണ്ടാൽ ചോദിക്കത്തില്ല എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കും. ആക്ടിങ്ങിലാണോ, അപ്പോൾ അല്ലാന്ന് പറയുമല്ലോ അവർ. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു ഹെഡിങ് ആ ലൈൻ എടുത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ ആസിഫ് അലി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആദ്യം ഓർമ്മ വരുന്ന ഡയലോഗ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതാണ്, ആക്ടിങ്ങിലാണോ വീട്. ഇനി KT മിറാഷ്, ആ പേരെങ്ങനെ ഒപ്പിച്ചു? അത് നമ്മുടെ സുഹൃത്താണ്. ആണോ? ശരിക്കും അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ക്യാമറമാൻ, ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് മിറാഷ് എന്നായിരുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ അവനെ ചുമ്മാ KT മിറാഷ്, അവൻ്റെ ശരിക്കും പേര് KT മിറാഷ്. ലാലും അതുപോലെ ആസിഫ് അലിയും മൈഥിലിയും ശ്വേത ഒക്കെ തന്നെയായിരുന്നു ഓപ്ഷൻ? നമ്മൾ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ശ്രീനിയേട്ടനായിരുന്നു. ഓക്കെ. ആ സമയത്ത് ശ്രീനിയേട്ടൻ എന്തോ ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്ക് എന്തോ അസുഖമൊക്കെ ആയിട്ട് പോയി. അപ്പം നമ്മളിങ്ങനെ അടുത്തൊരു ഓപ്ഷൻ ആലോചിച്ചപ്പോഴാണ് ആഷിക്കേട്ടനാണ് പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടെ ലാലേട്ടനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, ലാലേട്ടൻ നോക്കിയായിരുന്നു. സോൾട്ടാ പേപ്പർ വന്ന കാലം മുതലേ മലയാളികൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതിലൊരു ഡയറക്ടറെ കാണിച്ചിട്ടുണ്ട്. ആ ഡയറക്ടർ ആരാണ് എന്നുള്ളത്? മിസ്റ്റർ പോത്തൻ. അത് ആക്ച്വലി നമ്മൾ പല ആൾക്കാരും പറയുന്നത്, ഇപ്പം ഷായി ചേട്ടനാന്ന് പറയും, ചില ആൾക്കാർ VM വിനു എന്നൊക്കെ പറയും. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല, നമ്മൾ അവരെയൊന്നും അങ്ങനെ അതാക്കാൻ വേണ്ടി ചെയ്തതല്ല. അന്നത്തെ ഒരു സാധാരണ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു കോഡുണ്ടായിരുന്നു. കയ്യിൽ ഇങ്ങനെ ചരടൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഒരു പ്രത്യേക ലുക്ക് ഉണ്ടായിരുന്നു. ആ ലുക്ക് അഡോപ്റ്റ് ചെയ്തെന്നുള്ളത്, ലുക്ക് ലൈക്ക് ഡയറക്ടർ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് പേര് അന്നത്തെ റിസംബ്ലൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും ആരെയും ആക്ച്വലി കളിയാക്കിയതൊന്നും അല്ല. പിന്നെ അത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ തെറ്റല്ല, അത് ഒരു ആർട്ടാണ്, ആർട്ട് സേക്ക് ഫോർ ആർട്ട് എന്ന് പറയും. ഓക്കെ. ഇത് കഴിഞ്ഞ് ഈ രണ്ടുപേരും വിളിച്ചായിരുന്നു? പിന്നെ നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അടുത്തത് ഇടുക്കി ഗോൾഡ്. ആ പേരെങ്ങനെ വന്നു ഇടുക്കി ഗോൾഡ്? ഇടുക്കി ഗോൾഡ് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയായിരുന്നു, നമ്മുടെ സന്തോഷ് എച്ചിങ്ങാനത്ത്. അതിനൊന്നും ആക്ച്വലി ഒരു ത്രെഡ് മാത്രമേ എടുത്തുള്ളൂ, ആ കഥ എടുത്തിട്ടില്ല. വിജയരാഘവനാണോ പറയുന്നത്? അതെ. ഓക്കെ. പുള്ളിയാണ് ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞത്. ആക്ച്വലി അത് അങ്ങനെ പുള്ളി വിചാരിച്ചാണ്. പക്ഷെ നമ്മളതിൻ്റെ അന്ന് ഒരു ത്രെഡ് എടുത്തുള്ളൂ. ഒരാളൊരു പത്ര ഓഫീസിൽ വന്നിട്ട് പഴയ സുഹൃത്തുക്കൾ കാണുന്ന ലെറ്റർ കൊടുക്കുന്നു എന്ന് പറയുന്ന ത്രെഡ് എടുത്തുള്ളൂ. ഓക്കെ. ബാക്കിയൊക്കെ നമ്മളങ്ങ് ഉണ്ടാക്കി. ഓക്കെ. അതിന് 2 പോർഷനായിട്ടാണ് പടം കാണിച്ചത്, മിക്സ് ചെയ്തിട്ട്. പൊതുവെ ഒന്നിക്കിൽ അന്ന് കാണിക്കുന്നത്, ഒന്നിക്കിൽ ഫ്ലാഷ് ബാക്ക് മൊത്തം കാണിക്കും, പിന്നെ പ്രസൻറ്റ് കാണിക്കും. ആ മിക്സ് ഓരോ അധ്യായം എഴുതി കാണിക്കാൻ എന്തായിരുന്നു കാരണം? അത് ക്വെന്റൻ ടാരന്റീനോ ആണ് കാരണം. അയാളുടെ കുറേ സിനിമയൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ്. ഇങ്ങനെ അധ്യായമായിട്ട് എഴുതി കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ എടുപ്പോൾ നമ്മളെന്തിനാ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോണേ. അന്ന് അതിൻ്റെ ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചെടി ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ. പ്രത്യേകിച്ച് കഞ്ചാവിൻ്റെ ചെടികൾ തന്നെയാണ് അത്. പക്ഷേ ഇതായിരുന്നു, എന്താ, പ്ലാസ്റ്റിക് ചെടികളായിരുന്നു. ഓക്കെ. അന്ന് പ്രൊഡ്യൂസർ ഒരു 25 ലക്ഷം രൂപ മുടക്കുന്നു ആ ചെടികൾ ഇവിടെ എത്തിക്കാൻ. അതാ തോട്ടത്തിൽ കൂടെ മുഴുവൻ നട്ടുവെച്ചു. അങ്ങനെ ഒരു കഞ്ചാവ് തോട്ടം ഉണ്ടാക്കി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലഹരിയുടെ കേസ് വന്നതിന് ശേഷം അങ്ങനൊരു സിനിമ, അങ്ങനൊരു പേര്, അതിനെ പ്രൊമോട്ട് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് ചില ചോദ്യങ്ങൾ വരും. അത് ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കാനുള്ളത് സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പം ഇടുക്കിയിലെ മാങ്ങാപ്പഴം തിന്നാമെന്ന് വേണ്ടി അവിടെ വരെ പോകുമായിരിക്കും. ഒരു എക്സ് ഫാക്ടർ വേണ്ടേ? കഞ്ചാവ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് രസമുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ എന്താ പറയുക, ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകണമെന്ന് പറഞ്ഞോണ്ടിരിക്കും അല്ലേ? അതവിടെ ഉള്ള സ്ഥലം. ഓക്കെ. അതിനകത്ത് എന്താ പ്രശ്നം ഇരിക്കണം? അല്ലാതെ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അതൊക്കെ എല്ലാവരും വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണ് TG രവിനെ തൂക്കിക്കൊണ്ടു വരും ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ്. അടുത്തത് മായാനദി. യെസ്. പേരെങ്ങനെ വന്നു മായാനദി? മറ്റേ പാട്ട് കേട്ടപ്പോഴാണ് മായാനദി, ഇത് മറ്റേ പാട്ട് തലൈവർ. ഓ, കപാലി. ഓ, അടിപൊളി. അതിങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഈ പാട്ട് വെറുതെ വെച്ച്, അപ്പോൾ ഇത് ഭയങ്കര റിലേറ്റഡ് ടു ദിസ് ഫിലിം. ഓ, അടിപൊളി. ബിനു പപ്പു ഇതിനു മുമ്പ് ഇതേ സീറ്റിലിരുന്ന് പറഞ്ഞിട്ടുണ്ട് മായാനദിക്ക് സ്ക്രിപ്റ്റ് ചെയ്യണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെയാണോ? മായാനദിക്ക് സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ലായിരുന്നു. ഫൈനലായിട്ട് എഴുതി ഡയലോഗ് കൊടുത്താലേ കിട്ടുള്ളൂ. ഓക്കെ. ഡയലോഗ് അപ്പോഴേ പറയുള്ളൂ. ബിനുവിന് വരെ കൊടുത്തിട്ടില്ല. എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ട്. അത് നമ്മുടെ പേഴ്സണലി നമ്മൾ വെച്ചിരുന്നുള്ളൂ. കാരണം അത് ഭയങ്കര ഓൾട്ടറിങ് ഫിലിമായിരുന്നു. എപ്പോഴും ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഓൺ ദ വേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ നിശ്ചിതമായ സ്ഥലമില്ല, ലൊക്കേഷൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു ക്രൂ ഇങ്ങനെ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വേണേൽ സംഭവിക്കാം. അപ്പോൾ അതിനനുസരിച്ച് എഴുതേണ്ടി വരും. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ബൈഹാർട്ടാകും. ബൈഹാർട്ടായി എന്ന് പറ്റും, നാളെ അത് ഷൂട്ട് ചെയ്തതിന് പ്രശ്നമാകും. അപ്പോൾ ഇവരെല്ലാം നമ്മൾ തിരിച്ചു വയ്ക്കും. അതാണ് നമ്മൾ കൊടുത്തില്ല. സംഭവം ഉണ്ടായിരുന്നു. മലയാള സിനിമ നശിച്ചു പോട്ടെ എന്ന് ബേസിലിനെ കൊണ്ട് പറഞ്ഞിപ്പിച്ചാണല്ലേ? അല്ല, അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ലെയർ വേണ്ടി വന്നു. അതൊരു സിനിമാറ്റിക് ലെയർ ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്. പിന്നെ അതുകൊണ്ടൊരു സിനിമാറ്റിക് ലെയർ ഇട്ടു. എന്താ ടമാർ പടാറിൽ പൃഥ്വിയുടെ ക്യാരക്ടറിൻ്റെ പേര് പൗരൻ എന്നിടാൻ കാരണം?
പൗരനൊരു അച്ഛൻ്റെ അമ്മയുടെ പേര് വനിതയും പുരുഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇയാൾ പൗരനായിരിക്കുമല്ലോ. അതോ അത് ശരിക്കും അയാൾക്ക് അങ്ങനെ പൊളിറ്റിക്കലി ബയാസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ. അതായത് ഒരു മതപരമായി ഇല്ലാത്ത ഒരു ആണിനും പെണ്ണിനും പിറന്ന ഒരാൾ പൗരൻ, അതായത് കമ്മട്ടത്തിൽ കുത്താൻ അറിയാവുന്ന ഒരുത്തൻ്റെ പേരാണല്ലോ പൗരൻ. ജനം. ശരിക്കും പൃഥ്വിരാജ് അല്ല അതിൻ്റെ നായകൻ, ബാബുരാജാണ്. ആൾക്കാർ തെറ്റിദ്ധരിച്ചാണ് പൃഥ്വിരാജാണ് നായകൻ. ശരിക്കും നായകൻ ബാബുരാജാണ്. അയാളാണ് ലീഡ് ക്യാരക്ടർ. ടമാർ പടാറിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ? പൗരൻ വന്നിട്ടേ ഉള്ളൂ. പൗരൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ട്, ഇനി എല്ലാ സ്ഥലങ്ങളിലും ഇടപെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു ആഹ്വാനം പോലെ നിർത്തിയിട്ടുള്ളൂ. വേണമെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം പൃഥ്വിരാജ് തന്നെ ചെയ്യുന്നത് ഏത് ആക്ടറിനും പൗരൻ 2 ചെയ്യാം. ഇനി പൗരനൊരു പോലീസുകാരനാണെന്ന് നിർബന്ധമില്ല, ഒരു പഞ്ചായത്ത് ഓഫീസർക്കും പൗരനാവാം. കമ്മട്ടത്തിൽ കുത്താൻ അധികാരമുള്ള ആരും പൗരനാണ്. അടിപൊളി. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു പൗരൻ 2 വരാം. പക്ഷേ അത് ഇന്ന ആളെ വെച്ച് വേണമെന്നില്ല, ഏത് ആക്ടറെ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ പൗരനായിട്ട് ഒരാൾ തയ്യാറായിട്ട് ഒരു ആക്ടർ വരുവാണെങ്കിൽ പൗരൻ 2 ഉണ്ടാവും. പക്ഷേ നല്ല കഥയും കൂടെ വേണം. ഇനി ഈ കൂട്ടത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയ കുറേ കാലമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആഷിഖ് അബു ലാലേട്ടൻ പടത്തെക്കുറിച്ച്. അങ്ങനൊരു പടമുണ്ടോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അത് ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊന്നും നടന്നില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ ടൈമിങ് ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ കൊണ്ട് നടക്കാത്ത വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഷാറുഖ് ഖാനെ കാണാൻ പോയി അത് ശരിക്കും അത് ഞാനല്ല, അത് ശ്യാമാണ്. ഞാൻ ശരിക്കും നടന്നു. ആണോ? ഷാറുഖ് ലാസ് എന്ത് പറഞ്ഞു? പുള്ളി പടം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊരു ഐഡിയ ഒക്കെ പറഞ്ഞു, അത് വർക്ക് ഓക്കെ ആയിരുന്നു. ആണോ? പിന്നെന്താ അതിൻ്റെ? പിന്നെ ഡെവലപ്പ് ചെയ്യണ്ടേ. മടിയാണല്ലോ എൻ്റെ എല്ലാം വിഷയം. മടിയുണ്ടോ ശരിക്കും? ഉറപ്പായിട്ടും അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണോ ഈ ടമാർ പടാറ് കഴിഞ്ഞ് ലൗലിയിലേക്ക് എത്താൻ ഇത്രയും സമയം എടുത്ത് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ? അല്ല, അത് മാത്രമൊന്നുമല്ല. അതിനിടയിൽ ഞാൻ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ മായാനദി ഉണ്ടായിരുന്നു. പിന്നെ യൂണിയൻ്റെ ഒരു പടമാണ്, റൈറ്റേഴ്സ് യൂണിയൻ്റെ ഒരു പടമാണ് കാപ്പാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വൺ ഓഫ് ദ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 2-3 വർഷം അതിൻ്റെ കുറേ പോയി. ഓക്കെ. അത് ഡയറക്ടറൊക്കെ മാറി മാറി വന്നു. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അതിനകത്ത്. പ്രത്യേകിച്ചൊരു യൂണിയൻ്റെ പടമല്ലേ. യൂണിയൻ്റെ പടം എടുക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമോ? ഉറപ്പായിട്ടും യൂണിയൻ്റെ പടം എടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം യൂണിയൻ എന്ന് പറഞ്ഞ ഒരാളല്ല, യൂണിയന് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്ത് യൂണിയന് ഒരു ഫണ്ട് കൊടുക്കുമായിരുന്നു. അത് പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടായിരുന്നു, റൈറ്റേഴ്സിൻ്റെ പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളന്ന് നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും, അതായത് പെൻഷൻഡായിട്ടുള്ള ആളുകൾക്കൊക്കെ 15,000 രൂപ പെൻഷൻ അന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഫണ്ട് സമാഹരിക്കേണ്ടി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. അപ്പോൾ എന്താ വെച്ചാൽ യൂണിയൻ ആയതുകൊണ്ട് ഒരു തീരുമാനം ഒരാളല്ലല്ലോ, ഒരു പ്രൊഡ്യൂസർ തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരാൾ തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അതൊരു വലിയ യൂണിയൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഒരു അത്ര യൂണിയൻ തന്നെ ഇടപെടേണ്ടി വരും. യൂണിയൻ്റെ എല്ലാ മെമ്പേഴ്സും ഇടേണ്ടി വരും. അതിൻ്റെ ആ നോബൽ കോസ് എന്താണെന്നുള്ളത് എല്ലാവരും അറിയിക്കേണ്ടി വരും. അതൊരു വലിയ ടാസ്ക്കുമാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ള രാജു അടക്കം, പൃഥ്വിരാജ് അടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ സഹായിച്ചുകൊണ്ടാണ് ഈ യൂണിയന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത്. അത് കുറച്ച് സമയം എടുത്തു അതിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ. നമുക്ക് ലൗലിയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ മനുഷ്യനായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള, മനുഷ്യൻ്റെ ഹാബിറ്റാറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഈച്ചയാണ്. കൊതുക് പോലെ തന്നെ ഒരു പ്രെഡേറ്ററാണ് ഈച്ച. നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുന്ന ഏക ആളാരാണ്? ഈച്ച. കൊതുക് എഴുന്നേറ്റിരിക്കും, പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ ഈച്ച ഉറങ്ങും, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈച്ച ഉറങ്ങും. ഇതൊരു 3D എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസാണ്. അത് ഈച്ച എംഫസൈസ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ലവ്ലി ഫിലിമാണ്. അത് എന്താ പറയുന്നത്, ഒരു വളരെ ചെറിയ ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്. അതിനകത്ത് കൂടുതൽ അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ആവശ്യമില്ല. ആരെങ്കിലും ഇടിക്കുമെന്നോ മറിക്കുമെന്നൊന്നും ഇല്ല. ഇതൊരു സാധാരണ റിലേഷനാണ്. ഒരു ഈച്ചയും നമ്മൾ പറയുന്ന എല്ലാ ചരാചരങ്ങളുമായിട്ട് മനുഷ്യന് ബന്ധമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഒരിക്കൽ അത് വന്ന് സംസാരിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേട്ട ഒരാളുടെ കഥയാണ്. ഓക്കെ, അടിപൊളി.